നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ലവർ ആയിരുന്നു ശാന്തികൃഷ്ണ. പ്രേമത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന. അയ്യോ അങ്ങനെ ഒന്നുമില്ല. ആ ഐ ജസ്റ്റ് ഹാപ്പൻ ടു ഫോൾ ഇൻ ലവ്. അത് നമുക്ക് ഒരിക്കലും അതിനു വേണ്ടി നമ്മൾ നടക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും ലവ് ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് മനസ്സ് അങ്ങ് കൊടുത്തു പോകും. അപ്പൊ അതുപോലെയാണ് ഞാൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും, ബിക്കോസ് ഹി വാസ് വെരി ഹാൻസം. അപ്പൊ നാച്ചുറലി ഞങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോഴും പെരുമാറ്റവും നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയും ഒക്കെ കണ്ട് നാച്ചുറലി നമുക്ക് അതൊരു ആ ഒരു ഏജുമാണ്. ഐ വാസ് ജസ്റ്റ് 18-19 ആണ് ഞാൻ കല്യാണം കഴിച്ചത്. ഐ തിങ്ക് ജസ്റ്റ് 19 കഴിഞ്ഞ് 20th ഇയറിലാണ്. 20ാമത്തെ വയസ്സിൽ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടി 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം തോന്നുന്നു. ഇപ്പൊ എന്റെ മോക്ക് 21 അവള് എത്ര കാലം ഡേറ്റ് ചെയ്തു? 2 മാസോ? ഡേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അമ്മ ഇങ്ങനെ മിഴിച്ചൊക്കെ നോക്കും എന്നെ. പക്ഷെ എന്റെ മൈൻഡിൽ കത്തൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ ഞാൻ ബോംബെയിൽ പോകുമ്പോൾ പുള്ളി മദ്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് എപ്പോഴും അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഫോണൊക്കെ പോയി എടുക്കുക, എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഫോണ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടിപ്പിക്കലാണ്. ഭയങ്കര സന്തോഷം വെച്ച് കഴിഞ്ഞാൽ അവിടെ പിണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം. ഈ ടിപ്പിക്കൽസ്, അതായത് ഒരു എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നോവലിലൊക്കെ വായിക്കുന്ന പോലെ തന്നെയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിലൊരു ഡിസഡ്വാൻറ്റേജിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജാണ്. ഒന്നാമത് ആ ഒരു ഏജിൽ നമുക്ക് വാട്ട് ഇസ് റിയൽ, വാട്ട് ഇസ് ഇൻഫാച്വേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് നമുക്ക് മൈൻഡിൽ പോവില്ല. ഇപ്പൊ ഇതില് നമുക്ക് അച്ഛന് പറഞ്ഞാൽ എന്ത്, അമ്മ പറഞ്ഞാൽ എന്ത്, ചേട്ടന്മാര് പറഞ്ഞാലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴേ പോയി കല്യാണം ഒന്നും കഴിച്ചേക്കരുത്, എന്തിനാ 10-20 വയസ്സ് പോലും ആയില്ല, ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്, അയ്യോ എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ശ്രീനാഥ് അല്ലാതെ വേറെ ആരും വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് ചെയ്താലും സമ്മതിക്കില്ല, ഭയങ്കര സ്റ്റബേൺ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, മണ്ടത്തറല്ലേ ചെയ്തത്. ബട്ട് ദാറ്റ് ഇസ് ഹൗ ലൈഫ് ഈസ്. നമുക്ക് ചിലപ്പോൾ ദെർ ആർ പീപ്പിൾ, ചില പേര് പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേട്ടില്ല. അപ്പൊ എൻ്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ എടുത്തു, അത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ആ സമയത്ത് ഐ തിങ്ക് എൻ്റെ ഈ ചെറുതിലെ വായിച്ചുകൊണ്ടിരുന്ന ഈ റൊമാൻറ്റിക് നോവൽസ് കുഡ് ഹാവ് ബീൻ സംവെയർ ഒരു ബാഡ് ഇൻഫ്ലുവൻസ്. കാരണം നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ ആയിപ്പോവും. നമ്മൾ ഇതിനെ കുറിച്ച് വിചാരിക്കും, അപ്പം നമ്മൾ എങ്ങാനും നമുക്ക് വിഷമം ഉണ്ടെങ്കിലും പിന്നീട് വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ശരിയാവും. അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും അത് ശരിയാവും. ദാറ്റ് കോൺഫിഡൻസ് വാസ് ദെയർ. കാരണം നോവലിൽ ശരിയായില്ല. സോ ദാറ്റ് ഇസ് ആണ് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ. ഐ എം ജസ്റ്റ് സേയിങ്, ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കും ഞാൻ വിചാരിക്കുന്നത് അതാണ്. അപ്പൊ ആളുകൾ ഒന്ന് പറയാം, മോളെ ഇത് ചൈൽഡിഷ് ആണ്, ഇത് പ്രായത്തിനാണ്, അങ്ങനത്തെ ഉപദേശങ്ങൾ വരുമായിരുന്നു. എത്ര പേര്, എൻ്റെ അമ്മാവനൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേറെ എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു തരാം, നീ സിനിമയൊക്കെ നിർത്തിക്കും, വേറെ എവിടെയെങ്കിലും പോ, അപ്പൊ നിനക്ക് ഇഷ്ടം ട്രാവൽസ് അല്ലേ, അപ്പൊ അപ്പൊക്കെ ട്രാവൽസ് ആണ്, അപ്പൊ ട്രാവൽസ് അവിടെ പോയി, എനിക്ക് അറിയാവുന്ന ഒരു കടയുണ്ട്, ഐ മീൻ ഒരു ട്രാവൽസ് ഉണ്ട്, അവിടെ നിനക്ക് ജോലി വാങ്ങി, നിനക്ക് അത് ഇഷ്ടമല്ല, ഞാൻ അത് ചെയ്യാം, പക്ഷെ കല്യാണം കഴിക്കുകയാണെങ്കിൽ. എന്നിട്ടാണ് പിന്നെ ഒരു രക്ഷയില്ലാതെ പിന്നെ അവർ ഞങ്ങളുടെ സ്റ്റൈലിൽ തന്നെ, ബ്രാഹ്മിൻ സ്റ്റൈലിൽ തന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിപ്പിച്ചു ബോംബെയിൽ. അതിനുശേഷമാണ് നെക്സ്റ്റ് ഡേ പെട്ടിയൊക്കെ എടുത്ത് നേരെ പോയത് മടത്തുംപടിയിലോട്ട്. അല്ല, എന്നാലേ ലൈറ്റ്സ്, ആളുകള്, ഫെയിം, എവിടെ തിരിഞ്ഞാലുള്ള ശ്രദ്ധ, അതൊരു 6 വർഷത്തേക്ക് കട്ട് ഓഫ് ചെയ്യുമ്പോൾ അത് മെന്റൽ ഹെൽത്തിനൊന്നും ബാധിക്കില്ല? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ മീൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഏത് രീതിയിലാണ് ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെ, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ, ഇപ്പൊ എന്റെ ലൈഫിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ശാന്തികൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് എന്നെ തന്നെ സ്വയം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി എൻ്റെ പേരൻസിൻ്റെ അപ്ബ്രിങ്ങിങ്ങിലോ സം വേർ ദാറ്റ് ആ ഒരു സെക്യൂരിറ്റി, അതായത് ഒരു ഫാമിലിയുടെ സെക്യൂരിറ്റി, അത് 100% നമുക്ക് അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവണം, യുനോ, ആരെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ ഇങ്ങനെ എനിക്ക് മോറൽ സപ്പോർട്ട് തരണം ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവരുടെ ഒരു സെക്യൂരിറ്റിയിലാണ് നമ്മൾ ഒരു ഇതുപോലത്തെ വൃത്തികെട്ട സിറ്റുവേഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് കരകയറാൻ പറ്റുന്നത്. സോ ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ എപ്പോഴും പറയുന്നത്,
എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം സിനിമയാണ് എനിക്ക് എന്നെ വിളിച്ചതും എന്നെ കരകയറ്റിയതും എന്ന് പറയാം. ബിക്കോസ് സംഹൗ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണോ അച്ഛനമ്മയുടെ ഒരു അനുഗ്രഹമാണോ എന്തായാലും അതൊന്നും അങ്ങോട്ട് തേടി പോകേണ്ട വന്നിട്ടുമില്ല, എല്ലാം ഇങ്ങോട്ട് വരും ചെയ്തു സിനിമ. കറക്റ്റ് നമ്മുടെ ആ ഒരു പീരിയഡ്സിൽ കറക്റ്റ് ടൈമിൽ സിനിമ വരും, എന്നെ വിളിക്കും ബാ എന്ന് പറഞ്ഞിട്ട്. അത് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ജീവിതം എന്നുമായിരുന്നു. ബിക്കോസ് നമുക്ക് ഒന്നും ചെയ്യാനും ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഐ ഡോണ്ട് നോ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്ന്. സോ ഇറ്റ് ക്യാൻ, നമുക്ക് ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാത്ത സിറ്റുവേഷൻസ് വരാം. കിളി പോയാനാ സിനിമ ഇല്ലായിരുന്നെങ്കിൽ കിളി ഇപ്പോഴും കുറച്ച് പോയതാണ്. നോ ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് സീരിയസ്ലി നമുക്ക് സപ്പോർട്ട് വേണം. യു നീഡ് മോറൽ സപ്പോർട്ട്, ഫാമിലി ഫസ്റ്റ്, പിന്നെ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ, നമ്മുടെ സിൻസിയറായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ എന്നും കരകയറാൻ പറ്റും. ബട്ട് മാം, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, മാം എപ്പോഴൊക്കെയാണോ ശ്രീനാഥിനെ പറ്റി പറയുന്നത് ഒരു തരി പോലും ഹെയ്റ്റ് ഇല്ല അതാ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് എൻ്റെ ബേസിക് ഒരു നേച്ചറും കൂടി അതാണ്. എന്നെ ചെകിടത്ത് ആരെങ്കിലും അടിച്ചാൽ പോലും ഞാൻ ഇങ്ങോട്ട് ഗാന്ധിജിയല്ല എന്നാൽ പോലും ഞാൻ പിന്നെ ഐ ഡോണ്ട് നോ, സംഭവം ആ സമയത്ത് ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കും. ഇപ്പൊ സപ്പോസ് അങ്ങനെ ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മുടെ ആ സമയത്ത് നമുക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഞാൻ പിന്നെ ആലോചിക്കുന്നത് ആ സിറ്റുവേഷനിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് ആയിരിക്കുമല്ലോ. അപ്പൊ അവരെ ന്യായീകരിക്കും. അതാ കുഴപ്പം. അപ്പൊ നമ്മളാണ് കൂടുതൽ ഹേർട്ട് ആവുന്നതും. പക്ഷെ എപ്പോഴും ഞാൻ മറ്റവരുടെ ഒരു സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കും. ഇന്നും അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഉടനെ ഞാൻ അവരെ ന്യായീകരിക്കും മൈൻഡിൽ. യുനോ ഐ വിൽ ബി ജസ്റ്റ് തിങ്കിങ് അവരിങ്ങനെ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ, അവര് ചിലപ്പോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല, ചിലപ്പോ ഇങ്ങനെ ആളുകളിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂല്ലേ. ഞാൻ വളരെ മോശമാണ് ഒരാളിനെ ജഡ്ജ് ചെയ്യുന്നതിൽ. ദാറ്റ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഇസ് 100%. അതായത് ഒരിക്കലും എനിക്ക് ആരെങ്കിലും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മര്യാദയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവർ വളരെയധികം നമ്മളോട് ഇഷ്ടമാണെന്ന്, ബട്ട് ബാക്കിൽ കുത്തുമായിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് ഐ എം എ വെരി ബാഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ. കാരണം ബേസിക്കലി എൻ്റെ സൈഡിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഐ എം വെരി ഓണസ്റ്റ്. എനിക്ക് ഒരിക്കലും കള്ളത്തരവോ ആരെങ്കിലും എന്തെങ്കിലും കുശുമ്പോ ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഐ ഡോണ്ട് ഞാനത് ടു ദ പോയിന്റ് അങ്ങനെ എടുക്കും, എനിക്ക് അറിഞ്ഞൂടാ. സോ എനിക്ക് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ വിചാരിക്കും കറക്റ്റാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ വേറെ ആരെങ്കിലും അയ്യോ പൊട്ടി അതല്ലാതെ അവരിങ്ങനെ അപ്പോൾ അങ്ങനെ ചിന്തിച്ചു അയ്യോ ഞാനങ്ങനെ ചിന്തിച്ച് സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നായിരിക്കും ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ ബേസിക് നേച്ചർ. അതുകൊണ്ടായിരിക്കും ഐ എം നോട്ട് ടേക്കിംഗ് തിങ്സ് വെരി സീരിയസ്ലി നൗ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഓരോന്നും ലൈഫിൻ്റെ കാര്യങ്ങളിൽ എല്ലാം വളരെ സീരിയസ് ആയെങ്കിൽ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകത്തേ ഉള്ളൂ. സോ ഐ ജസ്റ്റ് ഫീൽ സംടൈംസ് എന്തോ ഒരു അനുഗ്രഹമുണ്ട് എനിക്ക്. ദൈവത്തിൻ്റെ ഒരു കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം. അപ്പോൾ എപ്പോഴും കൃഷ്ണൻ്റെ ഒരു അതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടും ഉരക്കാട് ശ്രീകൃഷ്ണ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. സോ എനിക്ക് കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ അമ്മയച്ഛൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഐ ക്യാൻ ഈവൻ ഇഫ് ഐ എം നോട്ട് എ ഗുഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ എനിക്ക് ബേസിക്കലി ഐ ക്യാൻ ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ. ഈ കുറേ ദുഃഖങ്ങളുടെ ഇടയിൽ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ച് കരയണ ഒരു ശാന്തികൃഷ്ണൻ ഉണ്ടായിരുന്നോ? അതല്ലേ പേര് തന്നെ ഇല്ലേ ശാന്തികൃഷ്ണൻ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ വളരെ ഐഡിയൽ ആണെന്നോ അല്ലെ എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല എന്നോ അങ്ങനെയല്ലേ അല്ല. ഞാനൊക്കെ അനുഭവിച്ചത് ആരും എൻ്റെ ശത്രു പോലും അനുഭവിക്കരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കൂ. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഇൻ മൈ ലൈഫ്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൻ്റെ ഇപ്പോഴും നമ്മളൊരു കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ സിനിമയിലെ ആൾക്കാർ കണ്ടാൽ പോലും വിചാരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുമോ ജീവിതത്തിൽ എന്ന് വേറെ അവർ ചിലപ്പോൾ പടം കാണുമ്പോൾ പറയും. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സോ അത്രയ്ക്ക് ഞാൻ ആക്ച്വലി കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ ഐ ഹവ് റീച്ച്ഡ് 60ാമത്തെ വയസ്സിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ലൈഫിൻ്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ടെന്ന് പറയാം. സോ മെനി തിങ്സ് ഹാവ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ പോലും ഒരു തമിഴ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ ചേട്ടനെ കുറിച്ച്. അത് സുരേഷ്, ഞങ്ങളുടെ എൻ്റെ വേറൊരു ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ മക്കൾ വന്ന് അപ്പോൾ അവരെ വിളിച്ചിട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ശാന്തി നിങ്ങളുടെ അമ്മ വാട്ട് ഓൾ ഷി ഹാസ് ഗോൺ ത്രൂ ഇൻ ലൈഫ് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അറിയാൻ വേണ്ട, പക്ഷേ
ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയ്ക്ക് അവൾ വിഷമിച്ചിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവളുടെ കഥ എഴുതാം നമുക്ക് അവളെക്കുറിച്ച്. പക്ഷേ ഇന്നും അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഹൗ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരിക്കലും കളയരുത്. അവളുടെ ചിരി ഒരിക്കലും ആയരുത്. യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. യു മേക്ക് ഷുവർ ഷീ ഓൾവേസ് കീപ് സ്മൈലിങ് എന്ന് ചേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞ്, പിള്ളേരുടെ അടുത്ത്. അപ്പോൾ ഞാനൊന്ന് വിചാരിക്കും, അപ്പോൾ ചേട്ടൻ എന്തോരം കാര്യങ്ങളായിരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളുടെ മുമ്പിൽ കാണിച്ചില്ലെങ്കിൽ തന്നെ ദ ലവ് ദേ ഓൾ മൈ ബ്രദേഴ്സ് ഹാവ് ഫോർ മീ ഇറ്റ്സ് സംതിങ് ടച്ച് വുഡ്. നമ്മൾക്ക് എന്താ പറയുക, നമുക്കതൊരു നിധിയാണ് സത്യത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ലക്കിയാന്ന് ഫീൽ ചെയ്യാം. സത്യം, തീർച്ചയായിട്ടും, ആബ്സല്യൂട്ട്ലി. ഇങ്ങനത്തെ ഒരു ഫാമിലി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഞാൻ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എൻ്റെ ഒരു വലിയൊരു ലക്കാണ് സത്യത്തിൽ.